ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് ബോയ് എന്ന യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നെത്തിക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ്. നമ്മളുടെ ബ്ലൈൻഡ്സിന് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഈ സ്ക്രീൻ റീഡിങ്ങും ഈ മടിയുള്ളവർക്ക് സ്ക്രീൻ റീഡിങ്ങും അല്ലാത്ത ബ്ലൈൻഡ്സിന് സ്ക്രീൻ റീഡിങ്ങിനും ഇപ്പോഴത്തെ ഫോണുകളുടെ ആൻഡ്രോയിഡ് 10 ഇപ്പോഴത്തെ ഫോണിൽ ടോക്ക് ബാക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഫുള്ള് സെറ്റപ്പ് നോക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ടോക്ക് ബാക്ക് വരുത്തുന്നതെന്നും പിന്നെ എങ്ങനെയാണ് നമ്മളുടെ espeak എൻജി ഡൗൺലോഡ് ചെയ്യുന്നതെന്നും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ എല്ലാ ബ്ലൈൻഡ്സ് കൂട്ടുകാർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എങ്ങനെ ആദ്യം ടോക്ക് ബാക്ക് നമ്മളുടെ അക്സസിബിലിറ്റി ഓപ്ഷനിൽ കൊണ്ടുവരാൻ നോക്കണം. ആദ്യമായിട്ട് നിങ്ങളേലിപ്പം സംസാരിക്കാൻ ഇത് ആരെയും കൊടുക്കുക. നിങ്ങൾക്കിപ്പം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ പ്ലേ സ്റ്റോർ തുറക്കുക. നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ അറിയാമെങ്കിൽ പ്ലേ സ്റ്റോർ തുറക്കുക. അപ്പോൾ ഞാൻ പ്ലേ സ്റ്റോർ തുറക്കുകയാണ്. പ്ലേ സ്റ്റോർ തുറക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ നമ്മൾ മുകളിലൊരു ടാബുണ്ട്, സെർച്ച് ടാബ്. അവിടെ പോയിട്ട് നമ്മൾ ടാക്ക് ബാക്ക് എന്നടിക്കണം. ടാക്ക് ബാക്ക്. അപ്പോൾ ടാക്ക് ബാക്ക് ഞാനിവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഗൂഗിളിൻ്റെ അക്സസിബിലിറ്റി സ്യൂട്ട് ഉണ്ട്. ഇതാണ് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് കയറ്റുകയാണ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 49% ആൻഡ്രോയിഡ് അക്സസിബിലിറ്റീസ്, വേറെ 6 MB ഉള്ളൂ. ഇവിടെ നെറ്റ് പ്രറ്റി സ്ലോ ആണ്. അപ്പോൾ നമ്മൾ ബ്രൈൻഡ്സിനും കൂടി നമ്മൾ കുറച്ചൊക്കെ വീഡിയോ ഇടണ്ടേ. അവരെയും കൂടെ നമ്മൾ കൈത്താങ്ങി എടുക്കണ്ടേ. അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മളൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് സഹായകരമാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സഹകരമാകുന്നവർക്ക് ആവട്ടെ. ഇപ്പോൾ 99% അപ്പോൾ ഇൻസ്റ്റാളിങ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സെറ്റിങ്സിൽ കയറുകയാണ്. അപ്പോൾ അറിയാനുള്ള ആരെങ്കിലും എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇത് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ടോക്ക് ബാക്ക് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങൾ espeak എൻജി സെറ്റ് ചെയ്യാം. അപ്പോൾ ആൻഡ്രോയിഡ് അക്സസിബിലിറ്റി സ്യൂട്ട് ഇവിടെ നമുക്ക് നേരെ തുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ ഹോമിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് സെറ്റിങ്സ് അല്ലെങ്കിൽ ഇത് മുകളിലോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് സെറ്റിങ്സ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സെറ്റിങ്സ് ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് തുറക്കാം. അപ്പോൾ തുറക്കുമ്പോൾ നമ്മളുടെ ആൻഡ്രോയിഡ് 10, സാംസങ് ഗാലക്സി ഒക്കെ, സാംസങ്ങിൻ്റെ ബ്രാൻഡ് മൊബൈൽസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ്. ഒരു വൈറ്റ് സ്ക്രീൻ ആയിരിക്കും. ഇത് ഞാൻ ഡാർക്ക് മോഡിൽ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ താഴോട്ട് പോവുകയാണ്. താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു അക്സസിബിലിറ്റി സെറ്റിങ്സ് കാണാൻ പറ്റും. അത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഇൻസ്റ്റാൾഡ് സർവീസസ്. ഇൻസ്റ്റാൾഡ് സർവീസസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ടോക്ക് ബാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോക്ക് ബാക്ക് ഒന്ന് ഓൺ ആക്കുകയാണ്. ഹലോ കൊടുത്ത് ഞാനിവിടെ ടേൺ ഓൺ ആക്കി, ടേൺ ഓഫ് ഹാൻഡ് മോഡൊക്കെ ഓഫ് ചെയ്ത്. അപ്പോൾ അതാണ്ട് ഇവിടെ ടോക്ക് ബാക്ക് ഓൺ ആയിട്ടുണ്ട്. TalkBack is a screen reader, primarily for people with blindness and low vision. It allows interaction with the device using spoken feedback. Speed 61/s 4.9 GB 9%. Used mobile 51 MB. TalkBack tutorial. TalkBack is a speed 850 TalkBack tutorial. Speed 135/s 4.9 GB 9%. Used mobile 51.1 MB. അപ്പോൾ നമ്മളിവിടെ സെറ്റിങ്സിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടാവും ഇങ്ങനെ ഒരു സെറ്റിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്പീക്ക് പാസ്വേഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് അത് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓണാക്കി ഇടാം. പിന്നെ നമ്മൾ ടെസ്റ്റ് സ്പീച്ചാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ espeak എൻജിയിലോട്ട് മാറ്റണം. espeak എൻജിയാണ് ഇപ്പോൾ മലയാളത്തിന് നല്ല സംസാരിക്കാൻ ഗുഡ്.
അപ്പോൾ ഞാൻ എന്താ എന്നിട്ട് സൗണ്ട് ഫീഡ്ബാക്ക് വോളിയം ഞാൻ എന്താ മാച്ച് മീഡിയ വോളിയം ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ അത് ഓണാക്കി ഇടാത്തതിൻ്റെ കാര്യം അത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഓണാക്കി ഇടാത്തത്. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ഓണാക്കി ഇടുകയാണ്. അലോ കൊടുത്തു, ടേൺ ഓണാക്കി, ഓക്കെ കൊടുത്തു. TalkBack on. TalkBack. ഇനി Home button. ഹോമിൽ ഞെക്കി പിടിച്ചിട്ട് Home. ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യാണ്. Speed 1 ഇവിടെ kilobyte slash. വന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ കയറുക. Speed. Speed പ്ലേ 30 സ്റ്റോറിൽ kilobytes എങ്ങനെയാണ് slash കയറുന്നത് S4 പറഞ്ഞാൽ നിങ്ങൾ പ്ലേ സ്റ്റോർ Play Store. എടുക്കണം. Speed എന്നിട്ട് 2 പ്ലേ സ്റ്റോറിൽ kilobytes slash. ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഡബിൾ ക്ലിക്ക് Speed ചെയ്യുമ്പോൾ നമ്മൾ 59 നേരത്തെ എടുത്ത് kilobytes വെച്ചിരുന്ന slash ആൻഡ്രോയിഡ് S4 സ്യൂട്ട് വരും. അപ്പോൾ Speed നിങ്ങളവിടെ ബാക്ക് ഇറങ്ങണം. അപ്പോൾ ബാക്ക് ഇറങ്ങിയിട്ട് ഇവിടെ Search for apps. സെർച്ച് ഫോർ ആപ്പ്, Search for apps and games. Edit box. അവിടെ edit Speed box 0 ഉണ്ട്. slash S4.9 gigabyte. അപ്പോൾ നിങ്ങളവിടെ Speed 116 slash S4.9 gigabyte espeak engine 9%. അടിക്കണം. ഈ Yes. P. Speed 10 kilobytes slash S. സ്പീക്ക് എന്ന് അടിക്കണം. ഇത് Edit box. Search for apps and മോള് games. വന്നിട്ടുണ്ട് അവിടെ. Espeak with emoticons support. Speed അപ്പോൾ നിങ്ങൾ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യണം. Speed 1 kilobyte slash S4.9 gigabyte 9%. Used mobile 51.4 megabyte Wi-Fi 0 megabyte. അപ്പോൾ നിങ്ങൾ അവിടെ Speed 1 ചെയ്യാനുള്ളത് kilobyte slash ഇൻസ്റ്റാളിൽ ഒന്ന് ക്ലിക്ക് Install ചെയ്യണം. button. 114 ഇപ്പോൾ ഇങ്ങനെ kilobytes ചുമ്മാ slash ഇരുന്ന് നോട്ടിഫിക്കേഷൻ S4.91 ഒക്കെ gigabyte സംസാരിക്കണമെങ്കിൽ 9%. നിങ്ങൾക്ക് Used ഇവിടെ സ്വൈപ്പ് ചെയ്തിട്ട് ഇവിടെ Notification. നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് അവിടെ ഓഫ് ചെയ്യുന്നതാണ്. ചുമ്മാ Play Store. ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ with emoticons support. നിങ്ങൾ Espeak with നോട്ടിഫിക്കേഷൻ ചുമ്മാ emoticons ഇരുന്ന് support. സംസാരിക്കും. Espeak ചില with emoticons കുഴപ്പങ്ങളൊക്കെ support. ഉണ്ട്. Speed അതുകൊണ്ട് നിങ്ങൾ 570. മാക്സിമം നിങ്ങളിവിടെ നോട്ടിഫിക്കേഷൻ Notification settings button. അത് തന്നെ അവിടെ നിങ്ങൾ ക്ലിക്ക് Play ചെയ്യണം. Store. അപ്പോൾ അവിടെ with ഇത് ഇൻസ്റ്റാൾ emoticons support. ആവുകയാണ്. Speed 64 slash S4.91 gigabyte 9%. Used mobile 59.3 ഞാൻ megabyte. തൽക്കാലം ഇത് ഓഫ് ചെയ്ത് ഇടുകയാണ്. Speed 700. എനിക്ക് സംസാരിക്കാൻ വെച്ചാൽ അല്പം ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ Notification settings ഓഫ് ചെയ്യാണ്. Quick settings. Note. Speed 13 kilobytes slash S 4.91 gigabyte 9%. Used mobile. Suggest actions and replies on switch 1 of 14. Speed 306. അപ്പോൾ റീസെൻ്റ്ലി സെൻഡ് ആപ്പ് App notifications. Navigate up button. ഞാനിവിടെ Speed ഓഫ് ചെയ്യണം. 226. ഡു നോട്ട് ഡിസ്റ്റർബ് Off. ഓൺ ആക്കിയിട്ടിരുന്നാലും മതി. Do not disturb പക്ഷെ turned അത് on until I turn it off. അത്രയ്ക്ക് അങ്ങനെ ഇത് എഫക്റ്റ് ആവണമെന്നില്ല. നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ഈ ഓരോന്നായിട്ട് സി ഓൾ എടുത്തിട്ട് App notifications. Navigate up button. Double tap to നിങ്ങൾക്ക് act. ഇവിടെ കാണാൻ Drop പറ്റുന്നുണ്ട്. down menu. Most recent മോസ്റ്റ് 16. റീസെന്റ് Double tap ആപ്പ് to നോട്ടിഫിക്കേഷൻ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എത്രയാണോ ഏതാണോ അത്രയ്ക്ക് ഡിസ്റ്റർബ് അത് നിങ്ങൾ ഓഫ് ചെയ്തിടുക. Off. അപ്പോൾ അത് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അടുത്ത് വാട്സാപ്പാണ്, നിങ്ങൾക്ക് ഭയങ്കര മെസ്സേജ് വരുന്നുണ്ട്. ഈ വാട്സാപ്പ് നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാം. അടുത്ത് ഞാൻ ഹോമിൽ വരികയാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അത് തുറക്കുന്നു. നമ്മൾ ടു ഫിംഗർ കൊണ്ട് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് മെനു വരും. അപ്പോൾ നിങ്ങൾ അവിടെ ചെയ്യാനുള്ള espeak തിരഞ്ഞെടുക്കണം. Folder. App. BSNL Mobile. Datally. Digital Wellbeing. Droadcom. Duo. espeak. Internet speed. espeak. Double tap to activate. Double tap and hold to long press. Actions available. അപ്പോൾ ഞാൻ അവിടെ എടുക്കുന്നത് ഇതിനകത്ത് മലയാളം സപ്പോർട്ടഡ് ആണ്, അതുകൊണ്ടാണ് ഈ നമ്മൾ എടുക്കാൻ കാരണം. Double tap to default voice English USA 1 of 4 in list 4 items. അപ്പോൾ നമ്മളിവിടെ USA എന്നുള്ളത് മലയാളത്തിലോട്ട് മാറ്റണം. അതെന്തുകൊണ്ടോ വരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ സെറ്റിംഗ്സിൽ espeak TTS സെറ്റിംഗ്സ് എടുക്കാം. espeak TTS settings. അപ്പോൾ Navigate up button. Double tap to activate. പക്ഷേ നമ്മൾ ഇത് ആക്ടിവേറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ജനറൽ TTS സെറ്റിംഗ്സിൽ പോവുകയാണ്. Preferred engine Samsung text to speech engine 1 of 6 in list 6. അപ്പോൾ നമ്മൾ അതിനെ espeak എഞ്ചിനോട്ട് മാറ്റണം. Alert attention. This speech synthesis engine may be able to collect all the text that will be spoken, including personal data like passwords and credit card numbers. It comes from the espeak engine. Enable the use of this speech synthesis engine. Okay കൊടുക്കുക. Okay, but
അപ്പോൾ നിങ്ങളവിടെ ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാളിങ് വോയിസ് ഡാറ്റ espeak engine അത് കുറച്ച് നേരം കാണും. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ബ്ലൈൻഡ്സിനും എല്ലാവർക്കും espeak engine നല്ലൊരു ഉപകാരം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അത് ചെയ്തിട്ടുണ്ട്. ഉണ്ടാ അപ്പോൾ അതിൻ്റെ ശബ്ദങ്ങളൊക്കെ മാറിയതുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇനി അവിടെ ലാംഗ്വേജ്, അപ്പോൾ അതിനെ നമ്മൾ ലാംഗ്വേജിനെ മലയാളത്തിലോട്ട് മാറ്റാം. Malayalam. Text to speech settings. Language Malayalam. And of R in list R items. Double tap to activate. അപ്പോൾ അത് മലയാളത്തിലായിട്ടുണ്ട്. 6 ഐറ്റംസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ espeak engine TTS സെറ്റിംഗ്സ് എടുക്കുന്നു. അപ്പോൾ നിങ്ങളവിടെ വോയിസ് വേരിയന്റ് നിങ്ങൾക്ക് ഇപ്പം കാറ്റഗറി നിങ്ങൾക്ക് ഫീമെയിൽ ആക്കണമെങ്കിൽ ഫീമെയിൽ ആക്കാം, യങ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. അപ്പോൾ ഞാൻ മെയിൽ തന്നെ എടുക്കുന്നു. അപ്പോൾ വേരിയന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. വേരിയന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശബ്ദം. അപ്പോൾ നിങ്ങൾക്ക് സ്പീച്ച് റേറ്റ് അത് ഭയങ്കര ശബ്ദമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 2 കൈ വെച്ച് ഇങ്ങനെ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചോ. നിങ്ങൾ ഇതിലിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് വോളിയം ഡൗൺ ആക്കണമെങ്കിൽ അത് കുറയും. ഇപ്പോൾ ഞാൻ നന്നായി കുറയ്ക്കും. ഇപ്പോൾ സ്ലോ ആകുന്നില്ല. അപ്പോൾ ഞാൻ ശരി കൊടുക്കുന്നു. കുറേ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയൊന്നും വേണ്ട, കുറച്ച് കൂട്ടി എന്നിട്ട് ശരിയാക്കി. ഇത്രയൊക്കെ നിങ്ങൾക്ക് മതിയാവും. ഇതൊക്കെ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സ്പീഡ് കൂട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പുസ്തകങ്ങൾ എല്ലാം പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നല്ലൊരു ഉപകാരം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എപ്പോഴും നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. മറ്റേ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് എപ്പോഴും ടോക്ക്ബാക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ 2 ഡബിൾ കൈ ഉണ്ട്, ഡബിൾ ഹാൻഡ്സ് ഉണ്ട്. നമ്മളിങ്ങനെ ഡബിൾ ഫിംഗർ കൊണ്ട് താഴോട്ട് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ താഴോട്ട് പോവുക. എന്നിട്ട് നിങ്ങളിവിടെ ആക്സസിബിലിറ്റി തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇൻസ്റ്റാൾഡ് സർവീസിലല്ല, ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാകും അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ ഓരോന്നായിട്ട്. അപ്പോൾ നിങ്ങൾ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ഒന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡയറക്റ്റ് ആക്സസ്. അതിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ പവർ ആൻഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ, നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എളുപ്പം അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ ചെയ്യാനുള്ളത് അതിനെ നിങ്ങൾ വോയിസ് അസിസ്റ്റന്റിൽ നിന്ന് ടോക്ക് ബാക്കിലോട്ട് മാറ്റണം. നിങ്ങൾ ആലോ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എങ്ങനെ ഇനി നമുക്ക് എങ്ങനെ ടോക്ക് ബാക്ക് ഓഫ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ നമുക്കിത് വർക്കാവുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ വോളിയം അപ്പും വോളിയം ഡൗണും കൂടെ പിടിച്ച് ഇറുക്കി വെച്ചിരിക്കുകയാണ്. ടോക്ക് ബാക്ക് ഇപ്പോൾ ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോക്ക് ബാക്ക് ഓൺ ആക്കി നോക്കാം. വോളിയം അപ്പും വോളിയം ഡൗൺ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരേ ഇത് വരിയായിരിക്കും. അതായത് ഇപ്പോൾ ശബ്ദം കൂട്ടാനും കുറയ്ക്കാനും ഒരേ വരിയായിരിക്കും. അതിൻ്റെ മുകളിലത്തെയും താഴത്തെയും പിടിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാം മലയാളത്തിലാവണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് ആൻഡ് ടൈം എന്ന് കാണും. ഞാനിവിടെ നിന്ന് തിരഞ്ഞെടുക്കുകയാണ്. ഇത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചില്ല, എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കാം.
Biometrics and privacy. Location. Account back. Settings. Accounts. Accounts and settings. Accounts and backup. Samsung Cloud. Smart switch. General management. management. Language and input. Date and time. Language Reset. and input നിങ്ങൾക്ക് General. Date and language and input. One. അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ്. എന്നിട്ട് Language and നിങ്ങൾക്ക് input. Navigator. Button. Double tap. ലാംഗ്വേജ് Language. അതിനെ Language. ആഡ് ലാംഗ്വേജ് ഇവിടെ Language. ഉണ്ട്. Button. അപ്പോൾ അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. language. എന്നിട്ട് Navigator. നിങ്ങൾക്ക് Button. താഴോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ മലയാളം ഇന്ത്യ കാണും. Malayalam India. അതിലൊന്ന് ഡബിൾ Set ക്ലിക്ക് ചെയ്യുക. Malayalam India as default language. അപ്പോൾ കീപ് കറന്റ് വേണം, സെറ്റ് അപ്പ് ഡിഫോൾട്ട് വേണം. സെറ്റ് അപ്പ് ഡിഫോൾട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം മലയാളം ആവും. അപ്പോൾ നോക്കി കുറച്ച് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കണ്ടോ ടോക്ക് ബാക്ക് കണ്ടോ ഇപ്പോൾ മലയാളം വായിക്കുന്നുണ്ട്. എന്ത് സൂപ്പർ ആയിട്ടാണ് മലയാളം വായിക്കുന്നത്, നല്ല സ്മൂത്ത് ആയിട്ടാണ് മലയാളം വായിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് മുകളിലത്തെ എഡിറ്റ് ചെയ്യാൻ പിടിച്ചു വെച്ചിരുന്നിട്ട് ഇംഗ്ലീഷ് യുണൈറ്റഡ് കിങ്ഡം ഇവിടെ ഉണ്ട്. അതിനെ മുകളിലോട്ട് സ്വൈപ്പ് മുകളിലോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് മുകളിലോട്ടാക്കണം. ഇങ്ങനെ അതിനെ പിടിച്ചു വെച്ചിട്ട് മുകളിലോട്ടാക്കണം. എന്നിട്ട് നിങ്ങൾ അപ്പോൾ ബാക്ക് ഇറങ്ങി ബാക്കിലത്തെ ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എല്ലാം ഇംഗ്ലീഷ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ടോക്ക് ബാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും ടോക്ക് ബാക്ക് ഓഫ് ചെയ്യാണ്, ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഒന്ന് സ്ലോ ആവും ഫോണ്. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ലാംഗ്വേജ് മാറ്റിയിരിക്കുകയല്ലേ. അപ്പോൾ ഞാനിതാ ടോക്ക് ബാക്ക് ഓഫ് ചെയ്യുന്നു ഷോർട്ട് കട്ട് വഴി. വോളിയം അപ്പ് വോളിയം ഡൗൺ, അതായത് വലിയൊരു ബാർ കാണും സൈഡിൽ. വോളിയം അപ്പ് വോളിയം കൂട്ടണതും വോളിയം കുറയ്ക്കുന്നത്. അപ്പോൾ വോളിയം കൂട്ടണത് മുകളിലും വോളിയം കുറയ്ക്കുന്നത് താഴെയും. അത് രണ്ടും പിടിച്ചു വെച്ചിരുന്ന ഓൺ അല്ലെങ്കിൽ ഓഫ് ആവും ടോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര ഉപയോഗമാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും അത്ര ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളുടെ എല്ലാ KFB കൂട്ടുകാർക്കും ഈ അറിഞ്ഞൂടാത്ത ഫോണിൽ നമുക്ക് എങ്ങനെ ടാക്ക് ബാക്ക് അറിഞ്ഞൂടാന്നും എല്ലാ KFBയിലെ മാമമാർക്കും ചേട്ടന്മാർക്കും ടോക്ക് ബാക്ക് സെറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ വീഡിയോ കണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും വീഡിയോ കണ്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ ബ്ലൈൻഡ്സിനും അല്ലാത്തയും ഇനിയും ഇങ്ങനെ ടെക്ക് പരമായ വീഡിയോക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാനാണ്. കമൻറ്റിൽ ഒന്നും ചെയ്യാതെ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പം താഴോട്ട് സ്വൈപ്പ് ചെയ്ത് പോയിട്ട് അവിടെ താഴോട്ടല്ല, നിങ്ങൾ അവിടെ കാണുന്നിടത്ത് തന്നെ ഇങ്ങനെ ഒരു കമൻറ്റ് വന്ന് കിടക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിനി എന്തെങ്കിലും ടോക്ക് ബാക്ക് പരമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ താഴെ കൊടുത്തിരിക്കും. ആ ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ KFB കൂട്ടുകാർക്കും മാമമാർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അല്ലാതെ മാമമാർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാം. ഈ വായിക്കാൻ വയ്യാത്തവർക്കും അതായത് വായിക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കും ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.